നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി KSRTC ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈറ്റിലും പോകേണ്ട ഒരാവശ്യവുമില്ല. നമ്മുടെ വാട്സപ്പ് മാത്രം മതി. വാട്സപ്പിൽ കൂടെ വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് വരെ നടത്താൻ പറ്റും, സീറ്റ് വരെ സെലക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല എങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിനകത്ത് എങ്ങനെ ചെയ്യാമെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വാട്സാപ്പിൽ ഈ ഒരു കോൺടാക്റ്റ് നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ. 9447071021 9447071021. ഇത് സേവ് ചെയ്ത് വെച്ചിട്ട് ഇനി ബാക്കിയുള്ള വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണുക. വാട്സപ്പ് എടുക്കുക, ഈ ഒരു കോൺടാക്റ്റ് നമ്പർ എടുക്കുക, ഒരു ഹായ് അയയ്ക്കുക. ഹായ് അയച്ചതിന് ശേഷം ഒരു മെസ്സേജ് വരും, വി ആർ റെഡി ടു ഹെൽപ്പ് യു ടു ബുക്ക് യുവർ KSRTC ബുക്ക് ടിക്കറ്റ്, വേർ വുഡ് യു ലൈക്ക് ടു ട്രാവൽ ഫ്രം ആൻഡ് ടു. എവിടെ നിന്ന് എങ്ങോട്ട് പോകണം? അപ്പം ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ളതാണ് നോക്കുന്നത്. അതുകൊണ്ട് പത്തനംതിട്ട ട്രിവാൻഡ്രം എന്ന് ഇട്ടു. പക്ഷെ ഞാനിവിടെ തെറ്റ് ചെയ്തു. പത്തനംതിട്ടയുടെ സ്പെല്ലിങ് തെറ്റിച്ചാണ് കൊടുത്തത്. TH പകരം TITTA എന്ന് കൊടുത്തു. അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് ടിക്കറ്റിൻ്റെ ഓപ്ഷൻ കാണിക്കത്തില്ല. പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല എന്ന രീതിയിൽ കാണിക്കും. പിന്നെ കറക്റ്റായിട്ട് ആ സ്ഥലത്തിൻ്റെ ആൽഫബറ്റ് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് വരുന്നത്. അങ്ങനെ കൊടുത്തതിന് ശേഷം എനിക്ക് ചോദിക്കും, ഇങ്ങനെ ഓപ്ഷൻസ് വരും, ഇത്ര ബസ്സസ് ഉണ്ടെന്ന്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ വീണ്ടും ആ പത്തനംതിട്ട ട്രിവാൻഡ്രം കൊടുക്കുകയാണ്. ഞാൻ ആ പത്തനംതിട്ട മിസ്റ്റേക്കായിട്ട് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കൊടുത്തതിന് ശേഷം അടുത്ത മെസ്സേജായിട്ട്, ഗ്രേറ്റ്, വി സെറ്റ് യുവർ റൂട്ട് ഫ്രം പത്തനംതിട്ട ടു ട്രിവാൻഡ്രം, യു ക്യാൻ ടാപ്പ് ആൻ ഓപ്ഷൻ. എന്ന് പോകണം എന്ന് ചോദിക്കും. ടുഡേ, ടുമോറോ, ഇൻ 2 days. 3 ഓപ്ഷനുണ്ട്. അപ്പം ഞാൻ ടുമോറോ കൊടുത്തു. ടുമോറോയിൽ പറഞ്ഞിട്ടുണ്ട് 40 ബസ്സസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് സമയം തിരഞ്ഞെടുക്കണം എന്ന്. മോർണിംഗ് ആണോ ഈവനിങ് ആണോ, കുറേ സ്ലോട്ടുകൾ കാണിക്കും. അപ്പം ഞാൻ മോർണിംഗ് 4 AM to 12 PM എന്നൊരു സമയം കൊടുക്കും. എല്ലാ സ്ലോട്ടുകളുണ്ട്, ഒത്തിരി ബസ്സുകൾ അത് കാണിക്കും. ഈ ബസ്സും അതുപോലെ തന്നെ അതിൻ്റെ പൈസയും കൂടാണ് കാണിക്കുന്നത്, എത്ര രൂപയുണ്ടെന്നാണ്. അതിൻ്റെ ഏറ്റവും പ്രയോജനം അല്ലേ. നമുക്ക് ചിലപ്പം 150, 130, 100 ഒക്കെ കാണും. അപ്പം അതനുസരിച്ച് പൈസയും ബസ്സിൻ്റെ അവൈലബിലിറ്റിയും എല്ലാം കാണിക്കും. അപ്പം ഞാൻ അതിനകത്ത് എനിക്ക് ആവശ്യമുള്ളൊരു ബസ് എടുത്തു കഴിഞ്ഞിട്ട് പറയും, ഇതാണ് ബോർഡിംഗ് പോയിൻറ്റും ഡ്രോപ്പിംഗ് പോയിൻറ്റും കാണും. അപ്പോൾ ബോർഡിംഗ് പോയിൻറ്റ് ചില ബസ്സിന് ഒന്നേ കാണത്തുള്ളൂ. ഈ ഒരു ബസ്സിന് ഒരു ബോർഡിംഗ് പോയിൻ്റ് ഉള്ളതാണ്, ഇവിടുന്ന് കയറണം എന്നുള്ളത്. അപ്പോൾ ഞാനത് എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് ഡ്രോപ്പിംഗ് പോയിൻറ്റും കാണിക്കും. അപ്പം ഡ്രോപ്പിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് എന്നെ ഇറക്കി വിടേണ്ടതെന്നുള്ളത്. അപ്പോൾ ഡ്രോപ്പിംഗ് പോയിൻ്റ് ഞാൻ കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം പിന്നെ സീറ്റ് ഏത് വേണമെന്ന് നോക്കും. അപ്പോൾ സീറ്റ് ഞാൻ കൊടുത്തു. സീറ്റ് കൊടുത്തതിന് ശേഷം എൻ്റെ അഡ്രസ്സ്, ഏജ്, ജെൻഡർ കൊടുക്കണം. അപ്പം ഇത് 3 കൊടുത്തു കഴിയുമ്പം നമ്മളോട് ഞാൻ കാണിക്കാം. ഞാൻ ആദ്യം ഒരു ഹലോ 30 എന്ന് കൊടുത്തു. പക്ഷേ സിസ്റ്റം ഡിറ്റക്റ്റ് ചെയ്തു ഹലോ എന്നുള്ളത് കൊടുത്തപ്പം ശരിയായിട്ട് വന്നില്ല. മേ ബി ഞാൻ ജെൻഡർ കൊടുക്കാഞ്ഞിട്ടും ആയിരിക്കും കേട്ടോ. പിന്നെ ഞാനൊരു, എൻ്റെ പേര് ഈ കൊടുക്കുന്ന പേരല്ല, ഞാനൊരു ഡെമോയ്ക്ക് വേണ്ടി കൊടുത്തുന്നേ ഉള്ളൂ. ഞാനൊരു പേരും എൻ്റെ വയസ്സും അതുപോലെ തന്നെ എൻ്റെ ജെൻഡറും കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും 3 കൊടുത്തു കഴിയുമ്പോഴത്തേന് അടുത്ത മെസ്സേജ് വരും. ഇനി വരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എന്നാണ് പോകുന്നത്, എവിടെ നിന്ന് എങ്ങോട്ടാണ്, ബോർഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, എവിടെയാണ് ഡ്രോപ്പ് ചെയ്യുന്നത്, അതുപോലെ എത്ര പാസഞ്ചേഴ്സ് ഉണ്ട്. അതൊരു കാര്യമാണ്. നമുക്ക് ഇപ്പം ഞാനും എൻ്റെ അമ്മയോ അച്ഛനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് പോകുന്നെങ്കിൽ നമുക്ക് അവർക്കൂടെ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എത്ര പാസഞ്ചേഴ്സ് ഉണ്ട്, ഇപ്പം ഞാൻ ഒരാടെയാണ് കൊടുത്തോണ്ടാണ്. അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഇങ്ങനെ മെസ്സേജസ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വാട്സാപ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം കൃത്യമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആപ്ലിക്കേഷൻ ഇൻ സെൻസ് വാട്സാപ്പിൽ കൂടി ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്മളോട് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ചോദിക്കും. നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ കൺഫേം ആൻഡ് പേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റും ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൈറ്റൊക്കെ ആണെങ്കിൽ സൈറ്റ് കിട്ടാതെ കിടന്ന് കറങ്ങുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. ഇത് അത്യാവശ്യം അതിലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. സോ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും പ്രയോജനപ്പെട്ടോട്ടെ. സോ താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.